കഴിഞ്ഞ ദിവസം UK നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലെ ഒരു സുഡാൻ വിദ്യാർത്ഥി നടത്തിയ കത്തിക്കുത്ത് ആക്രമണത്തെ തുടർന്ന് ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. ഈ ഒരു കത്തിക്കുത്തിന് 40 വയസ്സുകാരനായിട്ടുള്ള ഒരു സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിന് പരിക്കേറ്റതായിട്ടും അറിയാൻ വേണ്ടി സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ ഒരു കത്തിക്കുത്ത് ആക്രമണത്തിന്റെ ദൃശ്യം വലിയ രീതിയിൽ വൈറലാവുകയും ഇതിനെ തുടർന്ന് തീവ്ര വലതുപക്ഷ പ്രവർത്തകരെല്ലാവരും ചേർന്ന് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പല വാഹനങ്ങൾക്കും വീടുകൾക്കും തീയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ UK ഗവൺമെന്റ് കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നുള്ള രീതിയിലാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുടിയേറ്റ വിരുദ്ധ നിയമങ്ങളും നയങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് ഈ ലേബർ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തവണയായിട്ട് തുടർച്ചയായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഠിനമായിട്ടുള്ള തോൽവിയാണ് ലേബർ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. അതും ഈ ഒരു തീവ്ര വലതുപക്ഷ സംഘടനയായിട്ടുള്ള തീവ്ര ദേശീയ സംഘടനയായിട്ടുള്ള റീഫോം UK എന്ന പാർട്ടിയാണ് കഴിഞ്ഞ 2 തവണയും മുന്നിൽ വന്നു നിന്നത്. അപ്പോൾ ഈ റീഫോം പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് കുടിയേറ്റം കുറയ്ക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ലേബർ പാർട്ടിക്ക് ഒരു തലവേദന തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല UK ഭരിക്കുന്ന ഇവിടെ കെയർ സ്റ്റാമർക്ക് ലേബർ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ സ്ട്രീറ്റിങ്ങിനെ പോലുള്ള പല നേതാക്കന്മാരും കെയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും അവർ രാജിവെക്കുകയും ചെയ്തതിനെ തുടർന്ന് തന്നെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദത്തിലാണ് ഗവൺമെന്റും എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും.